Good afternoon all. Good afternoon, ma'am. എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചോ? വിഷുവൊക്കെ നന്നായി ആഘോഷിച്ചോ? നമ്മള് എടുത്തുകൊണ്ടിരുന്നത് ഓഡിറ്റിംഗ് ആണ് അല്ലെ? ഓഡിറ്റിന്റെ ആണ് നമ്മൾ എടുത്തത്. എല്ലാവരും തന്നെ ആഘോഷിച്ചു. നമ്മൾക്ക് ഇനി കുറച്ച് പോർഷൻസ് ഇത്തിരി സ്പീഡിൽ എടുത്തത് കൊണ്ട് നമുക്കധികം സമയം ചെലവഴിക്കാനില്ല. അപ്പൊ നമുക്ക് ഓഡിറ്റിംഗ് എടുക്കാം. അതിന്റെ ലാസ്റ്റ് അല്ലെ, ആ ഒരു ലാസ്റ്റ് പോർഷൻ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതുവരേക്കും എടുത്തു കഴിഞ്ഞു. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഇങ്ങനെ സമയം കണ്ടെത്തി വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മൾ എടുക്കാനുള്ളത് ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മൾ എടുക്കേണ്ടത് എവിടെ തുടങ്ങിയാണ്? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാമോ? എവിടെ മുതലാണ് നമുക്ക് എടുക്കേണ്ടത്? അഡ്വാൻറ്റേജസ് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അഡ്വാൻറ്റേജസ് തുടങ്ങിയാണ് എടുക്കേണ്ടത്. പ്രോബ്ലം മെഡിക്കൽ ഓഡിറ്റ് എന്താണ്? എന്തോ ക്ലിയർ ആണോ? അല്ല, അഡ്വാൻറ്റേജസ് തുടങ്ങി. ഓക്കെ, പ്രോബ്ലം ഇൻ മെഡിക്കൽ ഓഡിറ്റ് തുടങ്ങിയാണ് എടുക്കേണ്ടത്. ഓക്കെ, പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ് നമുക്ക് കണ്ടെത്തിയല്ലേ? വ്യത്യസ്ത തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടൊരു ചെറിയ ടോപ്പിക് മാത്രമേ ഉള്ളൂ. ഓഡിറ്റില് നിങ്ങൾ എന്താണെന്നുള്ള കാര്യം കണ്ടെത്തി അല്ലെ? ഓഡിറ്റ് എന്നുള്ളത് പ്രധാനമായിട്ട് അവലോകനം നടത്തിയിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് രക്ഷ നേടിയെടുക്കാനായിട്ട് അല്ലെ, എത്രയും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റബിൾ ആക്കി ഹോസ്പിറ്റലിനെ കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് പേഷ്യൻസിനൊക്കെ കൊടുക്കുക എന്നുള്ള. അപ്പൊ നമുക്കറിയാം സൊസൈറ്റിയിൽ അല്ലെ, സമൂഹത്തില് നല്ല പേരിലുള്ള ഹോസ്പിറ്റലാണ് വിലയിരുത്താനൊക്കെ ആയിട്ടാണ് ഈ ഓഡിറ്റ് എവിടെ വേണമെങ്കിലും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ കണ്ടു. ഇനി പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. ഈ മെഡിക്കൽ ഓഡിറ്റിലുള്ള ചില പ്രോബ്ലംസ് നോക്കാം. നമുക്കറിയാം മെഡിക്കൽ ഓഡിറ്റ് നടത്തുക എന്നുള്ളത് പൂർവ്വകാല അവലോകനം വഴിയാണ് അല്ലെ? ഇപ്പൊ പഴയ കാല റെക്കോർഡ്സ് ആണ് നമ്മൾ അതിന്റെ ബേസ് ആക്കി എടുക്കുന്നത്. അപ്പൊ നമ്മൾക്ക് പഴയകാല റെക്കോർഡ്സുകൾ മസ്റ്റ് ആയിട്ട് നല്ല രീതിയിലുള്ളതാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ പിന്നീട് അല്ലെ തീരുമാനങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് പറയുന്നത്. നോക്കാം, പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. ഓഡിറ്റ് മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പൂർവ്വകാല അവലോകനമാണ് സാധാരണയായിട്ട് മെഡിക്കൽ ഓഡിറ്റിൽ നടത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, റെക്കോർഡ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം അല്ലെ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കാം, ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. അതായത് നമ്മുടെ എന്തെങ്കിലും അല്ലെ സംഘടിതപരമായിട്ടുള്ള രീതിയിലുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടാവില്ല. അവിടെ ഇവിടെയും കുറെ റെക്കോർഡ്സുകളൊക്കെ കൈകാര്യം. നമുക്കറിയാം ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണമെന്നാണ് പോളിസി. ഇൻ കേസ് അതിന്റെ ആ ഒരു നല്ല രീതിയിലല്ലാത്ത രീതിയിൽ ഏതെങ്കിലും റെക്കോർഡ്സുകളൊക്കെ കൈകാര്യം ചെയ്തു പോവുകയാണെങ്കിലും നമുക്ക് ചിലപ്പോ എന്തെങ്കിലും ഓഡിറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഗ്രാഹ്യം വരില്ല അല്ലെ? ഒരു നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും നമുക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഏതിൽ നിന്നാണ് എടുക്കേണ്ടത് അല്ലെ? അത് ഏത് സ്ഥലത്തേക്ക് നമുക്കറിയാം. കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും മാനുവലി കീപ്പ് ചെയ്യുന്നതാണെങ്കിലും അതെന്താണ്, ആ ഡേറ്റാസ് എടുക്കാനായിട്ട് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് എളുപ്പം നമുക്ക് ആവശ്യത്തിന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഒരു അഭാഗം ഉണ്ടെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ, ഒരു ചട്ടക്കൂടിലല്ല ഈ ഒരു മെഡിക്കൽ റെക്കോർഡൊക്കെ കീപ്പ് ചെയ്തെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു പ്രോബ്ലം തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ഫോർ ക്വാളിറ്റി മെയിൻ്റനൻസ്. അതായത് റെക്കോർഡുകളെല്ലാം ഉണ്ട്, പക്ഷെ അതെല്ലാം കംപ്ലീറ്റ് അല്ല എങ്കിലും ബുദ്ധിമുട്ടാണ് അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും റെക്കോർഡുകൾ തപ്പുന്നത്.
അങ്ങനെ എടുക്കുമ്പോൾ പൂർണ്ണമല്ലാത്ത രീതിയിലൊക്കെയാണ് റെക്കോർഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഡാറ്റാസ് കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്. അതേമാതിരി തന്നെ ഗുണമാന്മ അല്ലെ നല്ല രീതിയിലുള്ള റെക്കോർഡുകൾ മോശം നിലവാരം പുലർത്തുന്നതാണെങ്കിൽ, ഇൻകംപ്ലീറ്റ് അല്ല എങ്കിൽ കൂടി അത് മാത്രമല്ല, ചിലപ്പോൾ റെക്കോർഡ് എന്താണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് ഗുണനിലവാരം പുലർത്തുന്നതല്ല എങ്കിലും ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം പേഷ്യൻസിനെ അല്ലെ ആ ഒരു ഇയർലി ആ ഒരു നേരത്തെ കാലത്തുള്ള ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മെഡിസിനും കാര്യങ്ങളൊക്കെ അതിൽ കടന്നിട്ടുണ്ടാവും. പക്ഷെ ഏത് തരത്തിലുള്ള ഡോക്ടേഴ്സ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ടെസ്റ്റ് എന്താണ് ചെയ്തതെന്നോ അങ്ങനെയൊന്നും ചിലപ്പോൾ റിപ്പോർട്ടിൽ അഭാവങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് അല്ലെ നല്ല പോളിച്ചോട് കൂടിയിട്ട് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുകയില്ല. നെക്സ്റ്റ്, ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. എന്തിനും അല്ലെ എല്ലാത്തിനും ചിലപ്പോ പേടികൾ. ഇപ്പൊ മെഡിക്കൽ ഇതിലാണെങ്കിലും നമുക്കറിയാം ചിലപ്പോഴൊക്കെ എന്താണ് മേലുദ്യോഗസ്ഥരുടെ അതോട് കൂടിയിട്ട് ചിലപ്പോൾ നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് ആയിരിക്കില്ല റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ചിലപ്പോ അവർക്ക് ഇപ്പല്ലേ അവരുടെ മുമ്പിൽ അവർ പറയുന്നത് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെ വരുമ്പോഴും എന്താണ് കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് ആയിരിക്കില്ല ലഭ്യമാകുന്നത്. Then ignorance of value of medical audit by a hospital. അതായത് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഓഡിറ്റിന്റെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് അല്ലെ നമ്മൾക്ക് അഭാവങ്ങൾ ഉണ്ടായെങ്കിൽ ചിലപ്പോ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മൂല്യങ്ങളൊക്കെ എന്താണ് മിസ്സാക്കിയിട്ടായിരിക്കും റെക്കോർഡ് കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ് അവിടെയും നമുക്ക് എന്താണ് പൂർണ്ണമായ ഒരു റെക്കോർഡ് ഷീറ്റ് എടുത്ത് നമുക്ക് സ്റ്റഡി ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ദെൻ എന്താണ് സപ്രഷൻ ഓഫ് ഫാക്ട്സ്, റോങ് റിപ്പോർട്ടിങ്. അതായത് എന്തെങ്കിലും അല്ലെ ഒരു ഓഡിറ്റ് ഉണ്ട്. നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കാം ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ സപ്രഷൻ ഓഫ് ഫാക്ട്സ്, റോങ് റിപ്പോർട്ടിങ്. അതായത് റിപ്പോർട്ടുകളെല്ലാം റോങ് ആണെങ്കിൽ അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിപ്പോർട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞു മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ അല്ലെ ടെസ്റ്റിന്റെ റിസൾട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്തെങ്കിലും നമ്മളെടുത്ത് അവലോകനം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പൂർവ്വകാല അവലോകനമാണ് നടത്തുന്നത്. അപ്പൊ പൂർവ്വകാലത്തില് റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യതയുള്ളതെങ്കിൽ മാത്രമാണ് പിന്നീട് നമുക്ക് അതിന്റെ അവലോകനം നടത്തിയിട്ട് എന്തെങ്കിലും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ അല്ലെ നല്ല രീതിയിൽ എല്ലാം റെക്കോർഡ് ചെയ്തേക്കണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഫിയർ അല്ലെ മറ്റുള്ളവരുടെ സ്ട്രെസ് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, ചിലതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും റെക്കോർഡ് ചെയ്തേക്കുന്നത്. അതല്ലെങ്കിൽ നല്ലൊരു സ്ട്രക്ചറോട് കൂടിയിട്ട് അല്ലെ ഘടനയോട് കൂടിയിട്ടല്ല അതില് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്താണ് എൻഡിങ്ങും എന്താണ് സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ ഉള്ളില് എന്താണ് സത്തായ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള റെക്കോർഡ്സ് കൊണ്ട് പ്രോബ്ലംസ് ആണ്. ആ ഒരു റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഇതുള്ളത് എന്താണ് കണ്ടന്റ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് ഓഡിറ്റിന്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങൾ അല്ലെ അതെന്താണ് പ്രധാനമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓഡിറ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം രൂപരേഖ കിട്ടി അല്ലെ, കിട്ടിയോ? ഓഡിറ്റിംഗ് എന്താന്നുള്ളത് ഞാൻ അവസാനം നമ്മൾ പറയുകയാണ് ഓഡിറ്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത്. അപ്പൊ ഏകദേശം നമുക്ക് ഒരു രൂപരേഖ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം വ്യത്യസ്ത ഓഡിറ്റുകൾ നടത്താം എന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതില് ആ ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാം അതിൽ ഉൾപ്പെടും അല്ലെ. ബാക്ക്ഗ്രൗണ്ട് എന്തിന്റെ പശ്ചാത്തലം ഏത് പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓഡിറ്റ് നടത്താം എന്നുള്ള ഉദ്ദേശത്തിലേക്ക് വന്നത്,
നമുക്കറിയാം നമ്മളെ ഓഡിറ്റ് നടത്തുന്നതിന്റെ സ്റ്റെപ്പുകളൊക്കെ കണ്ടു അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അത് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് വ്യത്യസ്ത ടോപ്പിക്കുകൾ കണ്ടെത്തുന്നു. വീണ്ടും ആ ടോപ്പിക്കിൽ നിന്ന് പ്രയോറിറ്റീസ് അല്ലെ, മുൻഗണന ഏതിനാന്ന് കണ്ടെത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഓഡിറ്റും കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു പശ്ചാത്തലം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ സാഹിത്യ അവലോകനം എന്നൊക്കെ അതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് അല്ലെ നമ്മൾ ആ ഓഡിറ്റ് നടത്തുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പ്രധാനമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവും. ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മളിപ്പോ ഓഡിറ്റ് നടത്തുന്നതിന് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ അല്ലെ നിലവിലെ പെർഫോമൻസ് പ്രകടനങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ എന്നുള്ളത് ആലോചിക്കുന്നത് അല്ലെ. അപ്പൊ മസ്റ്റ് ആയിട്ടും അവിടെ എന്ത് വേണം, സ്റ്റാൻഡേർഡ് വേണം. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, ഏത് രീതി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യാനായിട്ട് നമ്മൾ കണ്ടായിരുന്നു. ക്വസ്റ്റ്യനെയറോ അല്ലെ നേരിട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അങ്ങനെ മറ്റേത് രീതിയിലും ഓഡിറ്റ് നടത്താന്നുള്ള കണ്ടായിരുന്നു. അപ്പൊ ആ മെത്തേഡ്സുകൾ അല്ലെങ്കിൽ ആ പ്രോട്ടോകോൾസുകളൊക്കെ ഏതാണ് ഉപയോഗിച്ചെന്നുള്ളതെല്ലാം ആ ഒരു കണ്ടന്റ് റിപ്പോർട്ടിൽ ഉണ്ടാവും. എന്താണ് റിസൾട്ട്, അതായത് നമ്മുടെ പെർഫോമൻസ് അവലോകനമൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഫലങ്ങൾ അല്ലെ, എന്താണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ച്, നമുക്കറിയാം സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ കറന്റ് പെർഫോമൻസ് നിലവിലെ പ്രവർത്തനങ്ങൾ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് അല്ലെ, എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്തിട്ട് അല്ലെ, അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ചസ് എന്താണ്, മാറ്റിക്കളയേണ്ടത്, വേണ്ട എന്ന് വെക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ ആ കണ്ടന്റ് റിപ്പോർട്ടിൽ ഉണ്ടാവും. റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ഓഡിറ്റ്, വീണ്ടും ഇനി നമുക്കറിയാം ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഇപ്പൊ നമുക്കറിയാം ഒരു മാസത്തില് അല്ലെ ഇപ്പൊ ഒരു റിപ്പോർട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് അതിലുണ്ടായിരുന്ന വേരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടതൊക്കെ മനസ്സിലാക്കി അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെച്ചു. വീണ്ടും ഈ ഒരു നിർദ്ദേശങ്ങൾ വെച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ വീണ്ടും ഒരു ഓഡിറ്റ് നെക്സ്റ്റ് മന്തിലെ ഈ ടൈമിൽ ഒന്നും കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പൊ നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തുന്നുണ്ടോ, അങ്ങനെ ഒരു വീണ്ടും ഒരു ഓഡിറ്റിന്റെ ഗ്യാപ്പ് അതും കൂടി എന്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, ഈ കണ്ടന്റ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, ലിറ്ററേച്ചർ റിവ്യൂ, സ്റ്റാൻഡേർഡ്, കറന്റ് അല്ലെ മെത്തേഡ്സ് ഏത് രീതിയിലാണ് അത് കളക്ട് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്, റിസൾട്ടുകൾ ഇങ്ങനെ അവലോകനം ചെയ്യുമ്പോഴുണ്ടാവുന്ന റിസൾട്ട് എന്താണ്, റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻ, വീണ്ടും എന്നാണ് വീണ്ടും ഓഡിറ്റ് നടത്തേണ്ടത് എന്നുള്ള മാറ്റേഴ്സും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലൊക്കെ കിട്ടാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ഇതിലൊക്കെ ചിലപ്പോ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. കാരണം ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കണ്ടന്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നത് എന്താണെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ, ഓഡിറ്റ് റിപ്പോർട്ടിൽ പെടുന്നവ എന്താണെന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. ഒന്ന് മനസ്സിലാക്കുക, പ്രധാനമായിട്ടും ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താന്നുള്ള ബേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഓഡിറ്റിന്റെ സ്റ്റാർട്ടിങ് അല്ലെ അതിൽ പ്രധാനമായിട്ടും ഒരു സ്റ്റാൻഡേർഡും ഒരു കറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കൂടി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വിലയിരുത്തി കഴിയുമ്പോൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കുന്നുണ്ടാവും ചേഞ്ചസ്. ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടും റിസൾട്ട് എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ടാവും. ആ റിസൾട്ട് കണ്ടെത്താനായിട്ട് റീഓഡിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽപ്പെടുത്തിയിട്ടുണ്ടാവും. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് അവലോകനം നടത്തിയിട്ട് ചേഞ്ചസുകൾ വരുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയാണ്. ഓഡിറ്റ് അപ്പൊ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എവിടെയെങ്കിലൊക്കെ കിട്ടായികയുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു മാർക്കറ്റിംഗ് എന്നുള്ളതിന്റെ സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു എല്ലാത്തിലും ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. സപ്രഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക എന്നുള്ളതാണ്. സപ്രഷൻ ഓഫ് ഫാക്ട്സ്, അതായത് ചിലര് അല്ലെ വേണ്ട ഇതിൽ ഉൾപ്പെടുത്തേണ്ടെന്നൊക്കെ ചിലപ്പോ കമാൻഡിങ് ഓർഡർ അല്ലെ ഡോക്ടേഴ്സിന്റെയോ മറ്റു മേലധികാരികളുടെയോ കമാൻഡിങ് ഓർഡർ അനുസരിച്ചിട്ട് ചിലപ്പോ റിപ്പോർട്ടില് ഉൾപ്പെടുത്താതെ പോയിട്ടുണ്ടാവും ചില മാറ്റേഴ്സ് ഒക്കെ.
അല്ലെങ്കിൽ റോങ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, തെറ്റായിട്ട് അല്ലെ, കമ്പല് ചെയ്ത് തെറ്റായിട്ട് തന്നെ രേഖപ്പെടുത്താനായിട്ട് പ്രേരിപ്പിച്ചിട്ട് അവര് തെറ്റായി ചിലപ്പോഴൊക്കെ റിപ്പോർട്ടുകൾ അല്ലെ റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു അല്ലെ തീരുമാനങ്ങളിലേക്കൊന്നും എത്താനായിട്ട് സാധിക്കില്ല. റിപ്പീറ്റ് ഡിഫക്റ്റ് ആണ് എന്താണ് ഉദ്ദേശിച്ചത്? ഇനി എന്തെങ്കിലും ഓക്കെ, ഈ ഇതിലെ പോയിന്റ്സുകളിൽ പ്രധാനമായിട്ടും ഐഡന്റിഫൈ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഐഡന്റിഫൈ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങനെ ഏതെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് അതേമാതിരി തന്നെ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ അല്ലെ ഏതൊക്കെ തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റുകൾ നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. റീ ഓഡിറ്റ് ഒന്നുകൂടി പറയാം. ഓക്കെ, അതായത് നമ്മള് എവിഡൻസ് അല്ലെ റിവ്യൂ എവിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് തെളിവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് പുനരവലോകനം ചെയ്യണം. തീർച്ചയായിട്ടും അങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ മെഷർ എഫക്റ്റീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടോ എന്ന്. നമ്മളിപ്പോ ജസ്റ്റ് റീ ഓഡിറ്റ് നടത്തുക എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി എന്നിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഒരു റീ ഓഡിറ്റ് നടത്തുകയാണ്. ഈ ചേഞ്ചസ് വരുത്തിയതിന് ഫലം കണ്ടെത്തിയിട്ടുണ്ടോ, അതാണ് മെയിൻ ആയിട്ട് റീ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് പിന്നെ ഇപ്പൊ നിലവിലത്തെ ഉള്ള കറന്റ് പെർഫോമൻസും കൂടിയും വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ അപാകതകളുണ്ട് അല്ലെ. നമ്മളിപ്പോ നഴ്സുമാരെ കുറച്ച് ഡ്യൂട്ടികളൊക്കെ അല്ലെങ്കിൽ പുതിയൊരു മെഷീൻ കൊണ്ട് സ്ഥാപിച്ചിട്ട് അല്ലെ കുറച്ചും കൂടിയും റിസൾട്ട് കിട്ടുന്നുള്ള രീതിയിൽ ഔട്ട്കംസ് അല്ലെ നമുക്ക് അതിന്റെ ആ ഒരു മെഷീന്റെ ഔട്ട്കംസ് ഇത്തിരി സ്പീഡിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് മെഷീൻ സ്ഥാപിക്കുന്നത്. അങ്ങനെ സ്ഥാപിച്ചു വെച്ചിട്ട് നമ്മൾ വീണ്ടും നോക്കുകയാണ്, ഓക്കെ വിചാരിച്ചത്ര സ്പീഡിൽ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്നുണ്ടോ, മാനുവലി വെച്ചതിൽ നിന്നും കൂടുതൽ സ്പീഡിൽ കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടോ, അങ്ങനെ നടത്തുന്നതാണ്. അപ്പൊ ആ ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് വീണ്ടും റീ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ട് അതിന് ഫലമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിലെ റീ ഓഡിറ്റിലെ റിവ്യൂ എവിഡൻസ്, then measure effectiveness ഫലപ്രാപ്തി ഉണ്ടോ എന്ന് മെഷർ ചെയ്യുന്നു. then decide how often to re-audit. then എത്ര പ്രാവശ്യം ഇനിയും നമ്മളിങ്ങനെ റീ ഓഡിറ്റ് ഒക്കെ വിചാരിച്ച ഫലത്തിൽ ചിലപ്പോൾ വിചാരിച്ച ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. മെഷീൻ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചിലപ്പോൾ വിചാരിച്ച ആ ഒരു അല്ലെ ഉദ്ദേശിച്ച അത്രയും സ്പീഡിൽ ചിലപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് മൂവ്മെന്റ് നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒന്നുകൂടി വിചാരിക്കും, ഒന്നുകൂടി എപ്പോഴെങ്കിലും ഒന്നുകൂടി ചെക്ക് ചെയ്ത് അല്ലെ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടോ. then ongoing പ്രോസസ് മോണിറ്ററിങ് അല്ലെ, അത് വീണ്ടും എത്ര പ്രാവശ്യമാണെങ്കിലും നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നവരേക്കും നമുക്ക് അത് മോണിറ്റർ ചെയ്ത് അല്ലെ പരിശോധിച്ച് നോക്കാം. സ്റ്റാൻഡേർഡ് ഒരു നിശ്ചിത ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മളൊരു മെഷീൻ കൂടി സ്ഥാപിക്കാന്ന് വെച്ചത് അല്ലെ. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പുരോഗതി വന്നിട്ടുണ്ടാവും, വീണ്ടും നമ്മൾ റീ ഓഡിറ്റ് നടത്തിയപ്പോൾ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടിയും അതിൽ ആ ഒരു മെഷീനുമായി സംബന്ധിച്ച ചില കാര്യങ്ങൾ കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ചിലപ്പോൾ അല്ലെ അവിടെ പേപ്പേഴ്സിന്റെ എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മാനുവൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെയൊക്കെ സമയക്കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഭേദഗതിയൊക്കെ വരുത്തി നോക്കും. അവസാനം എന്താണ് ആ ലക്ഷ്യം എന്താണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരേക്കും ഇതൊന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മെഷീന്റെ കാര്യം പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഏത് കാര്യത്തിലും ഓഡിറ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും പുതിയ ചേഞ്ചസ് വരുത്തും അല്ലെ. ആ ചേഞ്ചസ് വരുത്തിയിട്ട് മാറ്റം ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്താനായിട്ട് വീണ്ടും എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിംഗ് റീഓഡിറ്റ് ഇപ്പൊ തന്നു പോയോന്ന് അറിയില്ല. റീഓഡിറ്റ് ഓക്കെ ആയോ? പിന്നെ എന്തെങ്കിലും വേറെന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിലേക്ക് പോകാം. എല്ലാവരും കൈവശം ഉണ്ടാകുമെന്ന് നെക്സ്റ്റ് എടുക്കാം. ഓക്കെ, മാർക്കറ്റിംഗിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും കൈവശം ഉണ്ടാകും അല്ലെ മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് നമ്മൾക്ക് നാച്ചുറലി അല്ലെ എപ്പോഴും നമ്മള് എന്താ പറയാ നമുക്ക് അറിയാവുന്ന ഒരു മേഖലയാണ്. ഓഡിറ്റിംഗിൽ നിന്നും ഇച്ചിരി കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മാർക്കറ്റിംഗ്. കാരണം നമ്മളെല്ലാവരും മാർക്കറ്റിൽ അല്ലെ എന്ത് സാധനമാണെങ്കിലും മാർക്കറ്റിൽ വിപണിയിൽ നമ്മൾ പോയി മേടിക്കുന്ന വ്യക്തികളാണ് അല്ലെ. അതിപ്പോ വെജിറ്റബിൾസ് ആവാം, ഡ്രസ് ആവാം, മറ്റെന്ത് സംഭവമാണെങ്കിലും നമ്മള് മാർക്കറ്റിൽ അല്ലെ നമ്മള് വിപണിയിൽ പോയി നേരിട്ട് തന്നെ കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാവരും എടുക്കുക. സ്റ്റാർട്ട് ചെയ്യാലോ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യത്യസ്ത അഭിപ്രായം വ്യത്യസ്ത രീതിയിൽ തന്നെ മാർക്കറ്റിംഗ് എന്താണെന്നത് പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ വിപണനത്തിൽ നമുക്കറിയാം ഒരാള് അല്ലെ ഉൽപാദകരും വിൽപ്പനക്കാരും അതേമാതിരി തന്നെ ഉപഭോക്താക്കളുമുണ്ട് അല്ലെ. ആദ്യം തന്നെ എന്ത് സാധനമാണെങ്കിലും ഒരു വാച്ചാണെങ്കിലും ഒരു ഡ്രസ് ആണെങ്കിലും എന്താണെങ്കിലും അത് ഉൽപാദിപ്പിക്കുന്നവരുണ്ട് അല്ലെ, പ്രൊഡ്യൂസേഴ്സ്. തന്നെ അത് സപ്ലൈ ചെയ്യുന്ന വിതരണം ചെയ്യുന്നവരുണ്ട്. then എന്താണ് അത് അല്ലെ ആർക്കാണോ ആവശ്യം അവരെ മുൻനിർത്തിയിട്ടാണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. അവിടെ ഉപഭോക്താക്കളുണ്ട്, അത് മേടിക്കുന്ന വ്യക്തികൾ, അവരെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയും. ഓക്കെ, അവിടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, then ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, then കൺസ്യൂമേഴ്സ് ഉണ്ട്. മൂന്ന് ഇതുകളുണ്ട് പാർട്സ് അല്ലെ. ഒരു വിപണനത്തിൽ ഒരു മാർക്കറ്റിംഗ് എന്ന ലെവലിലേക്ക് വരുമ്പോൾ മൂന്ന് വ്യക്തികളെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. എന്താണ് പ്രധാനമായിട്ട് ഉത്പാദകര്, പ്രൊഡ്യൂസേഴ്സ്, then എന്താണ് വിതരണക്കാർ, അത് വിതരണം ചെയ്യുന്നവര്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, then എന്താണ് അത് മേടിക്കുന്ന വ്യക്തികൾ അല്ലെ, കൺസ്യൂമേഴ്സ്, അതായത് കസ്റ്റമേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ, പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മള് മാർക്കറ്റിംഗ് എന്ന ഒരു മീനിങ്ങിലേക്ക് വരിക. ഇനി എന്താണ് വ്യത്യസ്ത രീതിയിലാണ് മാർക്കറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ ഓർ യൂസർ. അതായത് നമുക്കറിയാം വിപണനം നടത്തുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കുകയാണ് ചെയ്യുന്നത് ആണോ? നമ്മൾ എന്തെങ്കിലും മേടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഷോപ്പിൽ പോയി മേടിക്കുന്ന മാതിരി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും നമ്മൾ മേടിക്കുകയാണ് ചെയ്യുന്നത് അല്ല. നമ്മള് എന്താ ചെയ്യുന്നത്? സർവീസ് ആണ്. ഓക്കെ, നമ്മള് അവിടുത്തെ സേവനമാണ് നമ്മൾ അവിടെ മേടിക്കുന്നത് അല്ലെ. അപ്പൊ മറ്റു കച്ചവട സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ഗുഡ്സ് ആണ് അവിടുന്ന് മേടിക്കുന്നത്. അതേസമയം മറ്റു സ്ഥലങ്ങളിൽ അല്ലെ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ സർവീസ് ആണ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഒരു കച്ചവട പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒന്നില്ലെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങളാണ് അവിടെ കച്ചവടത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെ. അത് പ്രൊഡ്യൂസേഴ്സ്,
കൺസ്യൂമേഴ്സിന്റെ കൈകളിൽ എത്തിക്കുന്ന ആ ഒരു ഫ്ലോ ആണ് എന്താ പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് അല്ലെ നമ്മുടെ സാധനങ്ങള് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന അതിന്റെ ഒരു ഫ്ലോയെ അല്ലെ ആ ഒരു ഒഴുക്കിനെയാണ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അങ്ങനെ നടത്തുമ്പോൾ അവിടെ ഒരു ഇടനിലക്കാരനുണ്ട് അല്ലെ, വിതരണക്കാർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നമുക്കറിയാം സർവീസ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ആണ് മേടിക്കുന്നത് അല്ലെ, അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നിൽക്കുന്നത് അവിടെ ഹോസ്പിറ്റലാണ്. അവര് ഡോക്ടേഴ്സ് നൽകുന്ന സേവനങ്ങള് അത് കരസ്ഥമാക്കുന്നത് കൺസ്യൂമേഴ്സ് ആയ കസ്റ്റമേഴ്സ് ആയ പേഷ്യൻസ് ആണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലുകാരാണ്. ഓക്കെ, ഫസ്റ്റ് മീനിങ്ങില് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് that manage the flow of goods and services from the producer to the consumer or user. Producer ഉൽപാദകരിൽ നിന്ന് എന്താണ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ബിസിനസ് പ്രവർത്തനത്തിന്റെ ഒഴുക്കിനെയാണ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് പറയുന്നത്. Then next എന്താ പറയുന്നത് it is the development and the systematic distribution of goods and services for selected consumer segment. അതായത് പ്രത്യേക വിഭാഗക്കാർക്ക് അല്ലെ, നമ്മളിപ്പോ എന്താണ് ഒരു ബിസിനസ് ഇൻ കേസ് ബാങ്കിൽ പോയാൽ അവിടെ ബാങ്കിലേക്ക് സേവനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൺസ്യൂമേഴ്സിനാണ് അവിടുത്തെ ജീവനക്കാര് സേവനങ്ങൾ നൽകുന്നത്. ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കറിയാം അവിടെ പേഷ്യൻസ് ആണ്, അവർക്കാണ് സേവനങ്ങൾ ഹോസ്പിറ്റലുകാര് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു പ്രത്യേക സെഗ്മെന്റ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെലക്ടഡ് കൺസ്യൂമർ വിഭാഗത്തിന് വേണ്ടിയിട്ട് എന്താണ് സേവനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം മാർക്കറ്റിംഗ് അതിൻ്റെതായ രീതിയിലായിരിക്കും അവരുടെ തന്ത്രങ്ങൾ അല്ലെ, ഏത് വിഭാഗക്കാരാണോ നമ്മുടെ ഇതിലേക്ക് വരുന്നത് അതിനെ വെച്ചിട്ടായിരിക്കും അവര് മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ വരുന്നത് അല്ലെ, അവര് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ. അതായത് അവര് വികസിപ്പിച്ചെടുക്കുന്നത് പ്രത്യേക വിഭാഗക്കാർക്കുള്ള സേവനങ്ങളും വസ്തുക്കളും അതിന്റെ വിതരണമാണ് ആര് വികസിപ്പിച്ചെടുക്കുന്നത്, ആ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവര് വികസിപ്പിച്ചെടുക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്. വീണ്ടും പറയുന്നു മാർക്കറ്റിംഗ് ഈസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ of its exchange relations with its various markets. അതായത് വിവിധ വിപണികളിൽ അല്ലെ, വിപണിയുമായിട്ട് ഒരു ഓർഗനൈസേഷന്റെ ഒരു വിനിമയം ഉണ്ടാവും. നമുക്കറിയാം ഇപ്പോ എന്താണ് ഇപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ, നമ്മള് ഈ കൊമേഴ്സ് ആണ്, അതായത് വീട്ടിലിരുന്നാൽ തന്നെ നമുക്ക് എന്താണ് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് എത്തും അല്ലെ. അപ്പൊ ആ സേവനങ്ങളാണെങ്കിലും ഇപ്പൊ അങ്ങനെ തന്നെയാണ്, വീടുകളിൽ ഇരുന്ന് തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന രീതിയിൽ ഓൺലൈൻ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ ഓഫ് ഇറ്റ്സ് എക്സ്ചേഞ്ച് റിലേഷൻ വിത്ത് ഇറ്റ്സ് വേരിയസ് മാർക്കറ്റ്. അതായത് പ്രവർത്തനങ്ങളെ അല്ലെ നിയന്ത്രിക്കാനായിട്ട് വിനിമയ ബന്ധങ്ങൾ ഉണ്ടാവും. ആ ഒരു പ്രവർത്തനങ്ങളെ മാർക്കറ്റിംഗ് ഇസ് എ ഫങ്ഷണൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പ്രവർത്തനമാണ്. അതിങ്ങനെ ആ മാനേജ്മെന്റ് എന്താണ് അത് അവരുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് അവര് രൂപകൽപ്പന ചെയ്യുന്നത്. പ്രധാനമായിട്ടും എന്താണ് അവിടെ പ്രധാനമായിട്ടും വ്യത്യസ്ത വിപണികൾ ഉണ്ടാവും. നമുക്കറിയാം ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് പല പ്രൈസുകൾ ഉണ്ടാവും. നമുക്ക് ഇൻ കേസ് നമുക്ക് തന്നെ അറിയാം ഒരു ഡെന്റൽ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ സേവനം ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ അവരെന്താണ് വിവിധ ക്ലിനിക്കുകളിൽ പോയിട്ട് സേവനം ചെയ്യുന്നുണ്ടാവും അല്ലേ, ശരിയല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇവിടെ മാത്രമാണോ? മിക്കപ്പോഴും ക്ലിനിക്കിലൊക്കെ ഒരു ഡോക്ടർ തന്നെ പല വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ സേവനം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അതെ അല്ലെ, നമ്മള് മിക്ക ക്ലിനിക്കിലും അവരുടെ ടൈമിൽ തന്നെ അവിടെ വന്നിട്ട് സേവനം ചെയ്തിട്ട് അടുത്ത ക്ലിനിക്കിലേക്ക് അവർ പോകും. അപ്പൊ ആ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അപ്പൊ അവരെ അല്ലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. മാർക്കറ്റിംഗ് ഇസ് എ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ ഓഫ് ഇറ്റ്സ് എക്സ്ചേഞ്ച് റിലേഷൻസ് വിത്ത് ഇറ്റ്സ് വേരിയസ് മാർക്കറ്റ്. വ്യത്യസ്ത മാർക്കറ്റുകളിൽ അവരുടെ സേവനങ്ങള് അല്ലെ അത് കൈകാര്യം എക്സ്ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ കൈമാറ്റം ചെയ്യുകയാണ്. അതൊരു സ്ട്രക്ചർ ആയിട്ട് അല്ലെ ഒരു ചട്ടക്കൂടോട് കൂടിയിട്ടാണ് അത് മാനേജ്മെന്റ് ചെയ്തിട്ട് അവരവരുടെ സേവനങ്ങള് അല്ലെങ്കിൽ സാധനങ്ങളില് വ്യത്യസ്ത മാർക്കറ്റുകളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യുന്നു. അപ്പൊ മാർക്കറ്റിംഗ് എന്നുള്ളത് വ്യത്യസ്ത രീതിയിൽ തന്നെ മെയിൻ ചെയ്യുക, അതായത് എല്ലാവർക്കും അല്ലെ സേവനം ഉത്പാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ഏത് രീതിയിൽ അല്ലെങ്കിൽ അത്
പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം കൺസിഡർ ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത വിപണികളിൽ തന്നെ വിൽപ്പന ചെയ്യാനായിട്ട് അവര് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ തന്നെ വിപണനം ചെയ്യുന്നു. ഇതിനെന്താണ് പ്രധാനമായിട്ടും സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു ഫ്ലോ ആണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ടച്ച് ചെയ്തോ, കിട്ടിയോ? മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ ഇനിയും? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കി എടുക്കാം. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വിപണനം അല്ലെ, നമ്മളത് സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളാണ് വിപണനത്തിലൂടെ, അതായത് ഒരു മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലൂടെ നമ്മൾ എന്താണ് നമ്മൾ സാധാരണയായിട്ട് കൈപ്പറ്റുന്നത് സേവനമാണ് നേടിയെടുക്കുന്നത്. അതേമാതിരി തന്നെ ഒരു ഡ്രസ്സൊക്കെ ആണെങ്കിൽ എന്താണ് അത് നമ്മൾ ഒരു ഷോപ്പിൽ പോയാണ് മേടിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഫസ്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു പോയിന്റ് വ്യൂവിൽ പറയുന്നത് business activities that manage the flow of goods and services from a producer to consumer. അതായത് ഉത്പാദകരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു ഒഴുക്കിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഫ്ലോ ഇതിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെ, നമുക്കറിയാം ഒരു സാധനം ഉത്പാദിപ്പിക്കുമ്പോൾ അവർ ലക്ഷ്യമിടുന്നുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും ആ ഏത് ഏരിയയിലാണ് ആ ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത് അവിടെയുള്ള വ്യക്തികൾക്ക് പ്രധാനമായിട്ടും അവിടെയുള്ള വ്യക്തികളെ കൺസിഡർ ചെയ്തിട്ട് പരിഗണിച്ചിട്ടായിരിക്കുമല്ലോ അവിടുത്തെ നിയമ നടപടികളും കാര്യങ്ങളും അല്ലെ, അവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഏതാണെങ്കിലും ഒരു മാർക്കറ്റിംഗ് എന്ന ഫീൽഡിലേക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക വിഭാഗത്തെ കൺസ്യൂമർ സെഗ്മെന്റിനെ സെലക്ട് ചെയ്തിട്ടാണ് അവര് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വിതരണം ചെയ്യാനായിട്ട് എന്താണ് അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരുന്നത്, അതായത് വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഇസ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ ഓഫ് ഇറ്റ്സ് എക്സ്ചേഞ്ച് റിലേഷൻസ് വിത്ത് ഇറ്റ്സ് വേരിയസ് മാർക്കറ്റ്. അതായത് വ്യത്യസ്ത മാർക്കറ്റുകളിലേക്ക് അവരവരുടെ സേവനങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഫങ്ഷണൽ മാനേജ്മെന്റ്, അതിന്റെ ഒരു എന്താണ് പ്രവർത്തനത്തിന്റെ ഒരു മാനേജ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒന്നുകൂടെ ഈ ഒരു ലാസ്റ്റ് ഇതിൽ പറയുന്നുണ്ട് മാർക്കറ്റിംഗ് ഇൻ ഹോസ്പിറ്റൽസ് ഇസ് ഫണ്ടമെന്റലി ദി സെയിം ആസ് ദാറ്റ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനെ പോലെ തന്നെ ആണ് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെയും മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് വിശേഷിക്കുക. അവരുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് ഏത് ബിസിനസ് ഓർഗനൈസേഷന്റെയും പോലെ സെയിം ആണ്. But marketing is still treated as an unorthodox mode of promoting or selling health care. അതായത് അൺഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ എന്താണ് യാഥാസ്ഥികമല്ലാത്ത അല്ലെ ആ ഒരു രീതിയിലൊക്കെയാണ്. അതായത് ഇപ്പോഴത്തെ ബിസിനസ് ഹോസ്പിറ്റലിൽ നമുക്കറിയാം അല്ലെ, പണ്ട് ആ ഒരു ഹിസ്റ്ററി ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലായി ആദ്യം വളരെ കെയറിംഗ് ആണ് അല്ലെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ശുശ്രൂഷയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പൊ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റൽ സർവീസുകളും എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയും കൂടി ഇപ്പൊ അതില് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ, പരിഗണിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബട്ട് മാർക്കറ്റിംഗ് ഈസ് സ്റ്റിൽ ട്രീറ്റഡ് ആസ് ആൻ അൺഓർത്തഡോക്സ് മോഡ് ഓഫ് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് ഹെൽത്ത് കെയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശുശ്രൂഷ രംഗത്തും അല്ലെ ഹെൽത്ത് കെയറിലും എന്താണ് നിലവിൽ കണക്കാക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തെ അല്ലെ നമ്മള് എന്താണ് ഒരു പരിധി വരെ യാഥാസ്ഥികമല്ലാത്ത ചില മോഡേൺ ആയിട്ടുള്ള രീതിയിൽ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ചിന്താരീതികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചില രീതികളൊക്കെ അവലംബിച്ചു പോകുന്നുണ്ട്. നമുക്കറിയാം ചില ഹോസ്പിറ്റലൊക്കെ പക്കാ പെർഫെക്റ്റ് അല്ലെ സർവീസ് തന്നെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. പക്ഷെ ചിലതിലെങ്കിലും അല്ലെ സർവീസിനേക്കാൾ അധികമായിട്ട് പ്രോഫിറ്റും കൂടി ലക്ഷ്യമിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് മാർക്കറ്റിംഗിന്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ കണ്ടത്. ഒരു എന്താ പറയാ സിമ്പിൾ ആണ്, കേട്ടിരുന്നാല് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടിന്യൂ ചെയ്തോട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോളം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് അടുത്തതിൽ പറയുന്നത്? മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ
തെറ്റിദ്ധാരണകൾ അല്ലെ, മാർക്കറ്റിംഗിന്റെ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെയാണ് ജസ്റ്റ് പറയുന്നത്. അതായത് മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ്. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻസ് ഓഫ് എ മാർക്കറ്റിംഗ്. Marketing has several functions like need assessment, marketing research, product development, pricing and distribution. Objectives of marketing is to make the selling surplus. അതായത് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, സാധനങ്ങൾ വിൽക്കുന്ന ഒരു കേന്ദ്രം. അത് മാത്രമാണ് വിപണന അല്ലെ, വിപണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയല്ല. അതായത് വിപണിയിൽ കുറെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടത്. ജസ്റ്റ് ഒന്ന് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കേന്ദ്രം മാത്രമല്ല, അവര് പല കാര്യങ്ങൾ കൂടി അറേഞ്ച് ചെയ്തിട്ട് അല്ലെ, വിലയിരുത്തി കുറെ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സാധനങ്ങളൊക്കെ വിപണനം ചെയ്യുന്നത്. അതാണ് ഇവിടെ ജസ്റ്റ് ഉദ്ദേശിക്കുന്നത്. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പ്രവർത്തനങ്ങളുടെ അല്ലെ, ഒരു പ്രവർത്തനങ്ങളുടെ ഒരു സംയോജനത്തിന്റെ ഫലമായിട്ടാണ് സെല്ലിംഗ് വരുന്നത്. മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻസ്. എന്തൊക്കെ ഫങ്ഷൻസ് മാർക്കറ്റിംഗിൽ പെടാം? നമ്മളൊരു സാധനം വിപണനം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കൂ. നമ്മളാണ് ഒരു പ്രൊഡ്യൂസർ എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു സാധനം ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടാണോ ഉത്പാദിപ്പിക്കുക? യൂസ് ഓക്കെ, ഉപയോഗം എന്താണെന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കും. ആരൊക്കെ ഉപയോഗിക്കും അല്ലെ, നമ്മളിപ്പോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി ഇവിടെ വിപണനം ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ഉപയോഗിക്കൂ എന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധിക്കും. പിന്നെ ക്വാളിറ്റി, മാർക്കറ്റ് നമുക്ക് വിപണനം ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിഞ്ഞ് പോവോ? അത് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കും അല്ലെ. വിറ്റഴിഞ്ഞ് പോയാൽ മാത്രമാണ് നമുക്ക് നഷ്ടമില്ലാത്ത അല്ലെ, ഇച്ചിരിയും കൂടി ഒരു ലാഭത്തോട് കൂടിയിട്ടാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി, അതിന്റെ ഗുണമേന്മ അനുസരിച്ചിട്ട് പ്രോബ്ലംസ്, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവോ? അല്ലെങ്കിൽ പ്രൈസിങ്, ഓക്കെ, അവിടെ വില നിർണ്ണയിക്കുന്നതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഓക്കെ, നിങ്ങളെല്ലാം പറഞ്ഞതൊക്കെ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റിന്റെ ഓക്കെ ആവശ്യകത, ഓക്കെ, എന്താണ് അവിടെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ ഉപയോഗം അല്ലെ, അത് തന്നെ ആവശ്യകത എന്താണ്, ഡേറ്റ് എന്താണ്, എത്രത്തോളം ഡേറ്റിനുള്ളിൽ നമ്മൾ ഉദ്ദേശിപ്പിക്കുന്ന ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് വിറ്റഴിഞ്ഞ് പോകുമോ, അങ്ങനെ പല കാര്യങ്ങൾ അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചതിന് ശേഷമാണ് നമ്മളൊരു സാധനം ഉത്പാദിപ്പിക്കുന്നത്. അവിടെ ഉത്പാദിപ്പിച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എന്താ, മാർക്കറ്റിംഗ് അല്ലെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉത്പാദിപ്പിച്ചിട്ട് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉത്പാദിപ്പിക്കുന്നത് അല്ല. നമ്മൾ എന്ത് സാധനം ഉത്പാദിപ്പിച്ചാലും അതിന് വിപണനം ഉണ്ടാവണം. നമ്മളിപ്പോ പഠിപ്പിക്കാനായിട്ട് ഒരു ട്യൂഷൻ സെന്റർ ഇട്ടാ നമ്മൾ എന്താണ്, അവിടെ കുട്ടികൾ വരണം അല്ലെ. നമ്മുടെ സർവീസ് അവർ നേടിയെടുക്കാനായിട്ട് അവിടെ പിള്ളേര് വന്നാലാണ് ബെനിഫിറ്റ് ഉള്ളൂ അല്ലെ, നമുക്ക് അതിന്റെ ഇതുള്ളൂ, ഗുണമുള്ളൂ. അപ്പൊ എന്താണെങ്കിലും സേവനങ്ങളാണെങ്കിലും സാധനങ്ങളാണെങ്കിലും നമ്മൾ ഉത്പാദിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ് അല്ലെ, വിപണനമാണ്. ഈ മാർക്കറ്റിംഗ് എന്നത് എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് സാധനങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കുക അല്ലെങ്കിൽ സേവനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാവുള്ളൂ. സർപ്ലസ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം, അതായത് സർപ്ലസ് നമുക്ക് അധികം ഇച്ചിരി അല്ലെ, നമുക്ക് വിചാരിച്ച ഒരു സാധനം ഉത്പാദിപ്പിച്ചിട്ട് അതേ വിലയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേട്ടം ഉണ്ടോ? ഇല്ല. കുറച്ച് 1 രൂപയെങ്കിലും നമുക്ക് ഇച്ചിരി ബെനിഫിറ്റ് ആയിട്ട് കിട്ടി വേണം അല്ലെ. നമ്മൾ കൊടുക്കുന്ന സേവനത്തിനാണെങ്കിലും കുറച്ച് അധികം വേണം അല്ലെ. അത് തന്നെയാണ് നമുക്ക് പോയിന്റിലേക്ക് വരാം. മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻസ് ലൈക്ക് നീഡ് അസസ്മെന്റ്. ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തും. മാർക്കറ്റിംഗ് റിസർച്ച് നടത്തും, ഗവേഷണം നടത്തും അല്ലെ. വിപണനം സാധ്യമാകുമോ, സേവനം ആരെങ്കിലൊക്കെ കരസ്ഥമാക്കാൻ വരുമോ. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അതായത് നമ്മൾ ആ വസ്തുക്കള് അതിന്റെ വികസനം അല്ലെ. നമ്മളിപ്പോ ഉത്പാദിപ്പിച്ച സാധനങ്ങള് എല്ലാം വിറ്റ് പോവുകയാണ് എന്ന് വെച്ചു. അപ്പൊ നമ്മൾ എന്താണ്, അധികം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇത്തിരി കൂടി ബൾക്കായിട്ട് നമ്മുടെ പാക്കറ്റിൽ ഇച്ചിരി കൂടി വലിപ്പം കിട്ടും അല്ലെ. എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. പിന്നെ പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന വിലക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കാൻ ഉണ്ടാവോ, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഇടയിലേക്കാണോ നമ്മൾ വിപണനം നടത്തുന്നത്, അതോ അല്ലെ ഇച്ചിരി കൂടി നല്ല ലക്ഷറി ടീമായിട്ടുള്ള വ്യക്തികളുടെ ഇടയിലേക്കാണോ വിപണനം നടത്തുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് പ്രൈസിങ്ങും വിതരണവും ചെയ്യേണ്ടത്. പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ വിലയിടലും, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ വിതരണം ചെയ്യും. അതൊക്കെ നോക്കിയിട്ടാണ് മാർക്കറ്റിംഗിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലെ, വിപണനത്തിലേക്ക് എത്തുന്നത്. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് സെല്ലിംഗ് സർപ്ലൈസ്. അതായത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലക്ഷ്യം അല്ലെ. ലക്ഷ്യം എന്തിന്റെ, മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, നമ്മുടെ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ സെല് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു, വെറുതെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെ, പഠിച്ചിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് പുറത്തിറങ്ങി ജോലി ചെയ്ത് എന്തെങ്കിലും അല്ലെ ഇച്ചിരി ബെനിഫിറ്റ് നമുക്ക് നേടണം, എന്തെങ്കിലും ചെറിയൊരു സാലറി നേടണം എന്നുള്ള ഉദ്ദേശമാണ്.
എന്ന് പറഞ്ഞ മാതിരി സാധനങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോഴും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് വിപണനം ചെയ്യണം. അപ്പൊ അവിടെ എന്താണ് വിപണനം ചെയ്യുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മള് ഉത്പാദിപ്പിക്കുന്നത് അത്രയും കോസ്റ്റിൽ തന്നെ വിപണനം ചെയ്യാൻ ആഗ്രഹിക്കുമോ? ഇല്ല, ഒരു ഇച്ചിരിയും കൂടി മേലെ അല്ലെ, ഒരു പ്രോഫിറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. മേക്കിംഗ് സെല്ല് സർപ്ലസ്. സെല്ല് ചെയ്യുമ്പോൾ ഒരു ചില ലാഭം കൂടി നേടിയിട്ട് നമുക്ക് സെല്ല് ചെയ്യാനായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ലെ, വിപണനം എന്നതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് സെല്ലിങ് സർപ്ലസ് അല്ലെ, നമ്മള് വിൽക്കുമ്പോൾ ഒരു ചെറിയ ലാഭം കൂടി കൂടുതൽ ഉത്പാദിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമ്മൾ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതായത് മാർക്കറ്റിംഗ് എന്നുള്ളത് വെറുതെ ഒരു സെല്ലിംഗ് എന്നത് കൊണ്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വിപണനം ചെയ്യുന്നെങ്കിൽ അതിന്റെ കുറെ ആവശ്യകതകളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയുള്ളൂ. അവിടെ പ്രധാനമായിട്ടും സാധനങ്ങൾ വിറ്റഴിക്കാനായിട്ട് അല്ലെങ്കിൽ വിറ്റ് പോകണം. സേവനങ്ങളാണെങ്കിലും അത് നേടിയെടുക്കാനായിട്ട് മെയിൻ ആയിട്ട് ആൾക്കാർ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നോക്കാനുള്ളത് ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് പറഞ്ഞു. ഇനി പിന്നെ അതിന്റെ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു സെല്ലിംഗ് മാത്രമല്ല മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കണേന്ന് പറഞ്ഞു. ആദ്യം തന്നെ നമ്മളൊന്ന് സെൽ ചെയ്തിട്ട് പിന്നെ ആ ഒരു ലാഭത്തിന് വേണ്ടി മാത്രം നിൽക്കില്ല അല്ലെ, കുറച്ചും കൂടി കൂടുതൽ ഉത്പാദിപ്പിച്ച് നമ്മൾ കൂടുതൽ സെല് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഇവിടെ എന്താണ് അധിക ലാഭത്തോട് കൂടിയിട്ടും നമ്മൾ സർപ്ലസിനെ മെയിൻ ചെയ്യാം. അതേമാതിരി തന്നെ കൂടുതൽ വിൽപ്പന എന്നുള്ള രീതിയിൽ നമ്മൾ സർപ്ലസിനെ നമുക്ക് മെയിൻ ചെയ്യാം. അപ്പൊ ഏത് രീതിയിലും നമ്മൾ വിപണനം നടത്തുമ്പോൾ എപ്പോഴും എന്താണ് ഒരു ലക്ഷ്യമുണ്ട്. ഒന്നും കൂടുതൽ ഉത്പാദിപ്പിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ സാധനങ്ങൾ വിറ്റഴിഞ്ഞ് ലാഭം നേടിയെടുക്കണം. ആ ഒരു എയിമോട് കൂടിയിട്ടായിരിക്കും ഏതൊരു വ്യക്തിയും സാധനങ്ങൾ മാർക്കറ്റിൽ വിപണനം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് ക്വാളിറ്റി എലോൺ ഈസ് നോട്ട് ഇനഫ്. ഇവിടെ എലോൺ എന്നല്ല കേട്ടോ, എലോൺ ഇനി ജസ്റ്റ് ഒന്ന് തിരുത്തിയരെ. Quality alone is not enough. Okay, കഴിഞ്ഞോ? ഓക്കെ, ഇവിടെ പറയാൻ നോക്കാം. ക്വാളിറ്റി അലോൺ ഈസ് നോട്ട് ഇനഫ്. ഇവിടെ മറ്റൊരു പോയിന്റ് പറയുന്നത് ഒരിക്കലും ഗുണം അല്ലെ, ഗുണം മാത്രമല്ല പ്രധാനമായിട്ട് മതിയായ കാര്യം അല്ലെ. ഗുണങ്ങൾ നമ്മൾ എന്തൊരു സാധനം ഗുണമേന്മയുണ്ട് എന്ന് പറഞ്ഞ് മാത്രം ചെലവഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമേന്മയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരുടെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊരു സാധനം നമ്മൾ വിപണനത്തിലേക്ക് മാർക്കറ്റിംഗിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും മേടിക്കും. ഒരു സാധാരണക്കാരൻ മീഡിയ അല്ലെ, സാധാരണ മീഡിയം ലെവലിലുള്ള വ്യക്തികളാണ്. അവരുടെ ഇടയിൽ വലിയൊരു ഗുണമേന്മയുള്ള ഒരുപാട് ഗുണമേന്മയുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് വിപണനത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യില് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കയ്യില് മതിയായ കോസ്റ്റ് അല്ലെ, പ്രൈസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുണമേന്മ മാത്രമല്ല ഒരു വിപണനത്തിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്നതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള പോയിന്റ് ആണ് ഇവിടെ വിവരിക്കുന്നത്. ക്വാളിറ്റി അലോൺ ഈസ് നോട്ട് ഇനഫ്. എല്ലാ സാധനങ്ങൾക്കും ഗുണമേന്മ മാത്രം പോരാ. ശരിയല്ലേ? ശരിയാണോ? ഗുണമുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് വില കൂട്ടി നമ്മളൊരു സാധനം മേടിക്കാൻ തയ്യാറാവോ? നമ്മുടെ കയ്യിലുള്ള പൈസക്ക് മൂല്യം ഉണ്ടല്ലേ, നമുക്ക് പല പല കാര്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ടാവും. അപ്പൊ ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും കൂടി മതിയായ രീതിയിലുള്ള ഫണ്ടാണ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഒരുപാട് ഗുണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇറക്കിയാൽ എല്ലാവരും മേടിക്കണമെന്നില്ല. അവിടെ ഓരോ വ്യക്തിയെ കൂടി കൺസിഡർ ചെയ്യാം. അവിടെ തന്നെ അത് ആ പോയിന്റ്സ് ആണ് ഇവിടെ വിവരിക്കുന്നത്. എക്സാമ്പിൾ ഓഫ് പോയിന്റ് ആൻഡ് ടൂൾ ആൻഡ് die companies case of manufacturing perfectly engineered mousetrap. അതായത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായ ഒരു രീതി തന്നെ ഇവിടെ പറയുന്നത്. അത് ഒരു ഉത്പാദകര് ഉത്പാദകര് ഒരിക്കലും എന്താണ് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോഴല്ലേ പെർഫെക്റ്റ്ലി എഞ്ചിനീയർഡ് മൗസ്ട്രാപ്പ് എന്നൊരു മൗസ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
എലിക്കണി എന്ന് തന്നെയാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. മൗസ് ട്രാപ്പ് എന്ന് പറഞ്ഞ എലിക്കണി അല്ലെ. എലിനെ പിടിക്കാനായിട്ട് നമ്മൾ എന്താണ്, എലികൾ എന്താ വിചാരിക്കാം, ഭക്ഷണം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ഭക്ഷണം ഒന്നും ചെന്നുകൊണ്ട് വിചാരിച്ചിട്ടാണ് എലി അല്ലെ എലിക്ക് വേഗം കയറി പറ്റി ഭക്ഷണം കഴിക്കുന്നത്. പിന്നീടായിരിക്കും എന്താണ് അതിലേക്ക് അകപ്പെട്ട് പോകുന്നത് അല്ലെ. ഇപ്പൊ എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് മാർക്കറ്റിംഗ് ഫീൽഡിലും വ്യക്തികള് അല്ലെ, അവിടെ പ്രൊഡ്യൂസേഴ്സ് ഉൽപാദകര് ഒരു എലിക്കണിയൊക്കെയാണ് വെക്കുന്നത് കൺസ്യൂമേഴ്സ് വന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഗുണമേന്മ മാത്രമല്ല അവരൊന്നും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അവര് പ്രൈസ് ഒക്കെ തീരുമാനിക്കുമ്പോൾ അവിടേക്കുള്ള ആൾക്കാരെ മേടിക്കാൻ തയ്യാറാവോ, അങ്ങനെ പല അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ വിപണനത്തിന് വേണ്ടി ഇറക്കുമ്പോഴും അവരുടെ മൈൻഡിലേക്ക് അത് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അഡ്വർടൈസ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് പോകുന്നത്. അപ്പൊ ഇത് തന്നെയാണ് അവരിൽ പറയുന്ന ഒരു മൗസ് ട്രാപ്പ് കെണിയാണ് അവര് എഞ്ചിനീയേഴ്സ് അല്ലെ, അവരൊരു സംഘാടിതമായിട്ട് തന്നെ മാനുഫാക്ചേഴ്സ് ഉൽപാദകര് ഉണ്ടാക്കുന്നത്. മൗസ് ട്രാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ കോസ്റ്റ് ഹൈ ക്വാളിറ്റി, നോ സെയില് നോ സെയില്. അതായത് അവിടെ രണ്ട് നോ സെയില് വെട്ടിക്കളഞ്ഞേരാട്ടോ, നോ സെയിലേ ഉള്ളൂ. നോക്കാം, മൗസ് ട്രാപ്പ് ഹൈ കോസ്റ്റ് ഹൈ ക്വാളിറ്റി. അതായത് നമ്മൾ ഒരുപാട് വില കൂട്ടി നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സെയിൽ ആവണമെന്നുമില്ല. നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് കോസ്റ്റ് കൂട്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉത്പാദിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എല്ലാം വിറ്റഴിഞ്ഞ് പോകണമെന്നില്ല. എഫക്റ്റീവ്ലി മാർക്കറ്റ്, അത് ഒരിക്കലും അല്ലെ ഫലപ്രദമായ ഒരു മാർക്കറ്റിംഗ് തന്ത്രമല്ല. എന്താണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, സാധാരണ കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമേ വില നിശ്ചയിക്കാൻ പാടുള്ളൂ. A detailed understanding of a customer needs and requirement is vital to successful marketing. Example of Coca-Cola company get rid of old Coke and introduced new Coke. അതായത് നമ്മള് അല്ലെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരുപാട് ക്വാളിറ്റി ഉള്ള സാധനമൊക്കെ വിപണനയിൽ കൊണ്ടുവന്നറിഞ്ഞാൽ ഒരുപാട് പൈസയൊന്നും കൊടുത്ത് എല്ലാവരും മേടിക്കണമെന്നില്ല. അത് ഞാനൊരു എക്സാമ്പിൾ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. കൊക്കക്കോള കമ്പനി അവരുടെ പണ്ടത്തെ ഉൽപ്പന്ന പ്രൊഡക്റ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് റെഡ് എന്ന് പറഞ്ഞാൽ അല്ലെ അത് പിൻവലിച്ചു. അതിനുശേഷം അവരെന്താണ് പുതിയ ലേബലും അല്ലെ പുതിയ ബോട്ടിലും എല്ലാം തയ്യാറാക്കിയിട്ടൊക്കെ വിപണനം നടത്തി നോക്കിയപ്പോഴാണ് കുറച്ചും കൂടി അത് സെയിലായിട്ട് മാറിയത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണമേന്മയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കോസ്റ്റ്ലി ഉണ്ടെന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ട് ഇറക്കാനൊന്നും സാധനങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകില്ല അല്ലെ, മേടിച്ചു കൊണ്ടുപോകില്ല. അവരുടെ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ബോട്ടില് ചെറിയ ലേബലൊക്കെ ആയിട്ട് വന്ന് സാധാരണ കോസ്റ്റ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായി അങ്ങനെ ആൾക്കാരൊക്കെ അത് മേടിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഇല്ല, ഈ രണ്ട് പോയിന്റിൽ ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനില്ല. അതായത് നമ്മള് കോസ്റ്റ് നിശ്ചയിക്കുമ്പോൾ ഗുണമേന്മ മാത്രം നോക്കിയിട്ട് കോസ്റ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിപണനം നടത്താൻ സാധിക്കില്ല. ജനങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ അവർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗുണമേന്മയൊക്കെ ഉള്ള അടങ്ങിയ വസ്തുക്കൾ മാത്രമാണ് വിപണനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ ചെറിയ പോയിന്റ്സ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞത്. മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. പിന്നെന്താണ് മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പല കാര്യങ്ങളൊക്കെ ഗവേഷണമൊക്കെ നടത്തിയിട്ടൊക്കെയാണ് മാർക്കറ്റിംഗിലേക്ക് ഒരു സാധനങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും ഗുണമേന്മ അനുസരിച്ചിട്ട് എല്ലാവരും എല്ലാ സാധനം മേടിക്കില്ല എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യും. ഇനി മാർക്കറ്റ് റിസർച്ചിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ്സും കൂടി നമുക്ക് അതായത് വാട്ട് ഡു കസ്റ്റമേഴ്സ് വാണ്ട്. അതായത് ഇതിൽ നമുക്കറിയാം, ഒരിക്കലും നമുക്കറിയാം അല്ലെ, ഒരു സാധനം നമ്മളിപ്പോ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും എന്താണ് കൊടയൊക്കെ മേടിക്കും അല്ലെ, കുട്ടികളാണെങ്കിൽ റെയിൻകോട്ടൊക്കെ മേടിക്കും. അങ്ങനെ എല്ലാവരും അല്ലെ. ഇൻ കേസ് സമ്മർ സീസൺ ആകുമ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും മെറ്റീരിയൽസ് നമുക്കറിയാം, ഡ്രസ്സിങ്ങും കാര്യങ്ങൾക്കൊക്കെ അല്ലെ ഇച്ചിരിയും കൂടി ചൂട് കുറഞ്ഞ തരത്തിലുള്ള ക്ലോത്ത്സ് ഒക്കെ മേടിക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കുമെന്നത്. അപ്പൊ എല്ലായ്പ്പോഴും എന്താണ് റിസർച്ച് അല്ലെ, ഇതൊരു ഗവേഷണം വിപണനത്തിന് ആവശ്യമാണ്. അതിന്റെ പ്രധാനമായിട്ടും ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വാട്ട് ഡു കസ്റ്റമേഴ്സ് വാണ്ട്. അതായത് ഉപഭോക്താക്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ എന്ത് സാധനം ഉത്പാദിപ്പിക്കുമ്പോഴും അവിടെ മെയിൻ ആയിട്ട് ലക്ഷ്യം വെക്കേണ്ടത് ആരാണ്, മേടിക്കുന്ന വ്യക്തിയുടെയാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ സർവീസ് പ്രദാനം ചെയ്യുമ്പോഴും അവിടെ വ്യക്തികൾ സർവീസ് നേടിയെടുക്കാൻ വരുമോ എന്നുള്ളത് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. നമ്മളൊരു സാധനം ഉത്പാദിപ്പിച്ച് വിപണനം നടത്തുമ്പോഴും അവിടെ വിപണി കിട്ടോ അല്ലെ, മറ്റുള്ളവർ മേടിക്കാൻ തയ്യാറാവോ എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. വാട്ട് ഡു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ഉപഭോക്താക്കൾ അല്ലെ, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ. അവര് എന്താണ് ആഗ്രഹിക്കുന്നത്.
The next point, what price is he ready to pay? ഓക്കെ, ഇപ്പൊ നമ്മളൊരു സാധാരണ മിഡിൽ ആയിട്ടുള്ള ഒരു ഏരിയകളിലേക്കാണ് ഒരു സാധനം വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ എത്രത്തോളം പൈസ മുടക്കും? നമുക്കറിയാം, ലക്ഷറി ആയിട്ടുള്ള വ്യക്തികൾ തിങ്ങി പാർക്കുന്ന പ്ലേസുകൾ ഉണ്ടാകും. അവിടെ തിരുമുറി ഇത്തരം സംഭവങ്ങളൊക്കെ വിപണനം ചെയ്താൽ ഒരുപക്ഷെ വിറ്റുപോകും അല്ലെ. അവിടെ ഓരോ വ്യക്തികളുടെയും ആ ഏരിയയിലുള്ള വ്യക്തികൾ എത്രത്തോളം പൈസ മുടക്കാൻ സാധിക്കും എന്നുള്ളത് ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്താണ്? വാട്ട് പ്രൈസ് ഈസ് ഹി റെഡി ടു പേ? മുടക്കാൻ തയ്യാറാകും എന്നുള്ളത്. Then third point, where and when goods are required? ഇതാണ് അടുത്ത പോയിന്റ്. എവിടെയാണ് അല്ലെ, എവിടെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിന്റെ വസ്തുക്കളുടെ ആവശ്യം വരുന്നത്? നമുക്കറിയാം അല്ലെ, ഒരു വിപണനത്തിന് ഒരു മഴക്കാലത്തിന്റെ സീസൺ ആണെങ്കിൽ അവിടെ ആ ഒരു സീസണിലാണ് അല്ലെ, അവിടെ എവിടെയാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെ നമുക്ക് വിപണനം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഇപ്പൊ നമുക്കറിയാം കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന സമയമാണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, അവര് ആശ്രയിക്കുന്ന ഒരു മേഖലകളിലേക്ക് കൊണ്ടുപോയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ നമുക്കറിയാം ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനും വന്ന് ചേർന്ന് തുടങ്ങി അല്ലെ. എങ്കിൽ കൂടിയും ഈ സീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും നമ്മള് അവിടെ വിപണനങ്ങളൊക്കെ ചെയ്യും അല്ലെ. ഇപ്പൊ ഒരു എന്താ പറയാ, ഈ കഴിഞ്ഞ ഓണം വിഷുവിനൊക്കെ നമുക്കറിയാം അവിടെ ഇവിടെയൊക്കെ മാറ്റച്ചന്തയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരുപാട് വിപണനത്തിന് സാധ്യമാകുന്ന ഒരു സ്ഥലമാണ് അല്ലെ. അപ്പൊ അത് കൺസിഡർ ചെയ്തിട്ട് എവിടെ എപ്പോൾ അവിടെ ആൾക്കാർ തിങ്ങി വരാനുള്ള സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകാൻ സാധ്യമായ പ്ലേസ് ഏതാണ്, അവിടെയുള്ളവര് എത്തരത്തിലുള്ള പൈസ മുടക്കാൻ തയ്യാറാണ് എന്നുള്ളത് പ്രധാനമായിട്ടും അവിടെ ശ്രദ്ധിക്കണം അല്ലെ. വെയർ ആൻഡ് വെൻ ഗുഡ്സ് ആർ റിക്വയർഡ്, എവിടെ എപ്പോൾ ആ സാധനങ്ങൾ ആവശ്യമായിട്ട് ആ വ്യക്തികൾക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളത്. Then marketing begin before production come out. Marketing begin before production come out. എപ്പോഴും നമ്മൾ എന്താണ് ഒരു പ്രൊഡക്ഷൻ വരുന്നതിന് അല്ലെ, ഉത്പാദനത്തിന് മുമ്പേ തന്നെ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് നമുക്കറിയാം. അഡ്വർടൈസ്മെന്റിലൂടെ തന്നെയാണ് സംഭവങ്ങളൊക്കെ അറിയപ്പെടുന്നത് അല്ലെ. അങ്ങനെ അഡ്വർടൈസ്മെന്റ് പരസ്യം വന്നിട്ടാണ് ആൾക്കാര് അവരുടെ മൈൻഡിലേക്ക് ഇതിന്റെ സാധനങ്ങളൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് കടകളിൽ വന്ന് ചോദിക്കും, എന്താണ് ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ ഉണ്ടോ, ഈ കടയിലുണ്ടോ, ഈ ഷോപ്പിൽ അതുണ്ടോ എന്നൊക്കെ ചോദിക്കും. കാരണം എന്താ, അതിന് മുമ്പേ തന്നെ പരസ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് വ്യക്തികൾ. അപ്പൊ അതാണ് പറയുന്നത് മാർക്കറ്റിംഗ് ബിഗിൻ ബിഫോർ പ്രൊഡക്ഷൻ കം ഔട്ട്. ഉത്പാദനം അല്ലെ, ഉത്പാദനത്തിന് മുമ്പ് തന്നെ മാർക്കറ്റിംഗ് വന്നു ചേരുകയാണ് സംഭവിക്കുന്നത്. Then എന്താണ് മാർക്കറ്റിംഗ് ends in failure when business is a product oriented rather than customer oriented. എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് ഫെയിൽ ആയി പോകുന്നത്? നമ്മളെപ്പോഴും ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞാലേ, നമ്മളൊരു സർവീസ് തുടങ്ങുമ്പോൾ അവിടെയുള്ളവര് ആ സർവീസ് മേടിക്കാൻ പറ്റുമോ, സേവനം മേടിക്കാനായിട്ട് വരുമോ എന്നുള്ളത് കൺസിഡർ ചെയ്യും. അങ്ങനെ സാധനങ്ങൾ നമ്മള് വിപണനം കിട്ടുമോ എന്നുള്ളത് ശ്രദ്ധിക്കും എന്നുള്ളത് അല്ലെ. അവിടെ കസ്റ്റമേഴ്സിനെ ആണ് ആദ്യം കൺസിഡർ ചെയ്തു, ഉപഭോക്താക്കളെ. ഇവിടെ കസ്റ്റമേഴ്സിനെ കൺസിഡർ ചെയ്തില്ല എങ്കിൽ എന്താണ്, ആ മാർക്കറ്റിംഗ് ഇന്റെ ആണ് അല്ലെ, അത് വിപണനം ഇല്ല എന്നത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാർക്കറ്റിംഗ് അവസാനിക്കുന്നത് എവിടെയാണ്? ഫെയിലർ വെൻ ബിസിനസ് ഇസ് ദ പ്രൊഡക്റ്റ് ഓറിയന്റഡ് rather than കസ്റ്റമർ ഓറിയന്റഡ്. അതായത് ഉപഭോക്താക്കളെ ലക്ഷ്യം വെക്കാതെ എന്ത് സംഭവവും നമ്മൾ ഉത്പാദിപ്പിച്ചാലും അവിടെ വിപണനം കിട്ടുക ഇല്ല എന്നുള്ളത്. ഓക്കെ, മാർക്കറ്റിംഗ് റിസർച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മാർക്കറ്റിംഗ് എൻസ് എന്ന് വെച്ചാൽ അവസാനിക്കുക. അത് അവസാനിക്കുക എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ, അതായത് ഉത്പാദിപ്പിക്കുക എന്നുള്ളത് മാത്രം, അതായത് നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഒരു സാധനം ഉത്പാദിപ്പിച്ച് വെക്കാന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് വിപണനം കിട്ടുകയില്ല. ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായാൽ മാത്രം പോരാ, ഉപഭോക്താക്കൾക്ക് ആ സാധനം വേണം, അവരുടെ മൈൻഡിലേക്ക് ഈ സാധനം ചെല്ലണം അല്ലെ. ഓക്കെ, ഉദ്ദേശിച്ച കോസ്റ്റില് നമുക്ക് ഇത് ഉപയോഗപ്രദമാണ് എന്നുള്ളത് ഉപഭോക്താക്കളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ സാധനങ്ങൾ മേടിക്കുകയുള്ളൂ അല്ലെ. ഒരു നല്ല നല്ല ഭംഗിയോടുകൂടി ഉത്പാദിപ്പിച്ച ഒരു സാധനം വെച്ചാൽ പോലും വിപണനം നടന്നു വരില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബിസിനസ് പ്രോഡക്റ്റ് ഓറിയന്റഡ്. ഒരിക്കലും ഉത്പാദിപ്പിക്കുക എന്നതുകൊണ്ട് മാത്രം ബിസിനസിന് വിപണനം കിട്ടുകയില്ല.
അവിടെ എപ്പോഴും കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഉപഭോക്താക്കളെ മൈൻഡിലേക്ക് ഈ വസ്തു എത്തണം. അവര് മേടിക്കാൻ തയ്യാറാകണം. സേവനമാണെങ്കിലും ഇന്ന ഡോക്ടറിന്റെ സേവനം ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇന്ന ടീച്ചറിന്റെ കുട്ടി അല്ലെ അവരുടെ ആ ടീച്ചിങ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അവിടെ ട്യൂഷന് പോകും അല്ലെ. അവിടെ ആ ഒരു മൈൻഡിലേക്ക് എത്തിയാൽ മാത്രമാണ് അവിടെ പിള്ളേരുകൾ എത്തുള്ളൂ. ഇൻ കേസ് ഡോക്ടറിന്റെ സേവനം നേടാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞ മാതിരി ഒരു വസ്തുവാണെങ്കിലും നമുക്കറിയാം വിചാരിച്ച ക്വാളിറ്റിയോട് കൂടിയിട്ട് വിചാരിച്ച വിലയിൽ നമുക്ക് ആ സാധനം നോക്കി നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമാണ് ആ ഒരു സാധനം വിജയിക്കുകയുള്ളൂ. അല്ലാതെ ഉൽപാദനം എന്ത് നടത്തിയാലും വിജയിക്കണമെന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയോ? യാണോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് കാണാം. ഫസ്റ്റ് പേജ് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിംഗിലേക്ക് എത്തിപ്പെടാനായിട്ടുണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. അപ്പൊ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നമുക്ക് ഒരു സ്പീഡിൽ നോക്കാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.